ഇന്നത്തെ കാലത്ത് മിക്ക കുട്ടികളും സിവിൽ സർവീസിനുള്ള പ്രിപ്പറേഷനൊക്കെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒരു സീരിയസ് ആകും. അപ്പോൾ 10ലൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ UPSC-യുമായിട്ട് അലൈൻ ചെയ്ത് പഠിക്കാമെന്നുള്ളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യലിലെ ഒരു ചാപ്റ്ററാണ്. CBSE 10ാം ക്ലാസ്സിൻ്റെ ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ് പവർ ഷെയറിങ്, അത് നമ്മൾ തുടങ്ങുന്നത് ബെൽജിയത്തിൻ്റെ ശ്രീലങ്കയുടെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഇന്ത്യൻ പവർ ഷെയറിങ്ങിലാണ്. ആ ഇന്ത്യൻ പവർ ഷെയറിങ്ങിനെ നമുക്ക് എങ്ങനെ നമ്മുടെ UPSC സ്റ്റഡീസുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് ഫെഡറലിസം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് UPSC-യുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് തുടങ്ങുന്നത് 2 കേസ് സ്റ്റഡി വെച്ചിട്ടാണ്. ഒന്നാമത്തെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ബെൽജിയമാണ്. ബെൽജിയം എന്ന് പറയുന്നത് യൂറോപ്പിലെ വളരെ ചെറിയൊരു നേഷനാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എത്നിക് കമ്പോസിഷൻ ഉള്ള ഒരു രാജ്യം കൂടിയാണിത്. എത്നിക് കമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 59% ഡച്ച് സ്പീക്കിംഗ് ആൾക്കാർ, 40% ഫ്രഞ്ച് സ്പീക്കിംഗ്, 1% ജർമ്മൻ സ്പീക്കിംഗ്. ഈ 59%ആയിട്ടുള്ള ഡച്ച് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് ഫ്ലെമിഷ് റീജിയനിലാണ്. 40% ആൾക്കാർ വലോണിയ റീജിയനിലാണ്. ഇതാണ് ടോട്ടൽ ഒരു പോപ്പുലേഷൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ 80% ഫ്രഞ്ച് സ്പീക്കിംഗ് ആൾക്കാരും 20% ഡച്ച് സ്പീക്കിംഗ് ആൾക്കാരുമാണ് വരുന്നത്. ഒരു രാജ്യത്തിൻ്റെ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഡച്ച് ആണെങ്കിലും ക്യാപിറ്റലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇത് നേരെ ഓപ്പോസിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്, നമ്മുടെ കേരളത്തിൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പം മലയാളികളല്ലാതെ വേറെ ഏതെങ്കിലും അന്യസംസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ മെജോറിറ്റി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരത്തില്ലേ? അപ്പം അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റാണ് സത്യം പറഞ്ഞാൽ ബെൽജിയത്തിൻ്റെ കേസിൽ വന്നത്. ബെൽജിയത്തിൻ്റെ കേസിൽ ഈ ഫ്രഞ്ച് ആൾക്കാരും ഡച്ച് ആൾക്കാരും തമ്മിൽ പതുക്കെ അടിവഴക്കൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇവർ മനസ്സിലാക്കിയിട്ട് പവർ ഈക്വലി അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു. മിനിസ്റ്റേഴ്സിൻ്റെ നമ്പേഴ്സ് ഈക്വലാക്കി. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവർ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ബ്രസീൽ ഗവൺമെൻറ് അവർക്ക് തന്നെ ഈ കമ്മ്യൂണിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെപ്പറേറ്റ് ഗവൺമെൻറ്റിനെ തന്നെ ഇവർ ഫോം ചെയ്തു. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗവൺമെൻറ് പോലുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നു. ഈ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് കൾച്ചർ, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് ഇഷ്യൂസ് ഇതെല്ലാം നോക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു രീതിയിലേക്ക് ഇവർ മാറിയപ്പോഴത്തേക്കും ബെൽജിയത്തിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ ഇല്ലാതെ, കുറേ എന്നല്ല അത് പൂർണ്ണമായിട്ടും ഇല്ലാതെ. അടുത്ത കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്തുള്ള ഒരു രാജ്യമാണ്. പിന്നെ അവിടുത്തെ ഒരു എത്നിക് കമ്പോസിഷൻ പറയുകയാണെങ്കിൽ 74% സിൻഹള ആൾക്കാർ, 18% ആൾക്കാർ തമിഴിയൻസ് ആണ്. അതിൽ ശ്രീലങ്കൻ തമിഴിയൻസും ഉണ്ട്, ഇന്ത്യൻ തമിഴിയൻസും ഉണ്ട്. ബാക്കിയുള്ളൊരു 8% എന്ന് പറയുന്നത് മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ തമിഴ്സ് എന്ന് പറയുന്നത് അവർ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തിനൊക്കെ മുമ്പ് തന്നെ ശ്രീലങ്കയിലോട്ട് തോട്ടം തൊഴിലാളികളായിട്ട് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ രാമേശ്വരത്ത് നിന്നൊക്കെയാണ് ഇവർ ശ്രീലങ്കയിലോട്ട് പോയത്. അവർ പിന്നെ അവിടെ വീടൊക്കെ വെച്ചു, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ശ്രീലങ്കയെ അവരുടെ ഒരു മാതൃരാജ്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1956 ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സിൻഹളയെ മാത്രം ഇവർ റെക്കഗ്നൈസ് ചെയ്തു. സിൻഹള ഉള്ളി ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അത് പ്രകാരം സിൻഹളയാണ് ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് ഇവരങ്ങ് പ്രഖ്യാപിച്ചു. തമിഴിന് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ ഇവർ കൊടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ റിലീജിയൻ അത് ബുദ്ധിസമായിട്ടും അങ്ങ് പ്രഖ്യാപിച്ചു. ഇതുപോലെ തമിഴിയൻസ് ഫോളോ ചെയ്തിരുന്ന റിലീജിയനും അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നില്ല. പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റി പൊസിഷൻസ്, ഗവൺമെൻറ് ജോബ്സ് അതും എല്ലാം സിൻഹളാസിന് മാത്രമാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്തായി, തമിഴിയൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഒന്നുമില്ലെങ്കിൽ അവർ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്.
ഒരുപാട് വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒന്നും രണ്ടും ഒന്നും അല്ല, ഒരുപാട് ഒരു 50 വർഷത്തോളം ഒക്കെ ആയിട്ട് അവരവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നീടുള്ള ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അവർക്ക് അവിടെ ആരും ഇല്ല. അവിടെ പിന്നെ അപ്പനപ്പൂപ്പന്മാരെല്ലാം ശ്രീലങ്കയിൽ തന്നെയാണുള്ളത്. അപ്പോൾ തിരിച്ച് ഇന്ത്യയിലോട്ട് പൊക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവർക്ക് അവിടെ വീടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും തമിഴ്സിന് എന്താണ് അവരെ ശ്രീലങ്കയിൽ നിന്നും അവഗണിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് അല്ല, അവഗണിച്ചു. തമിഴ് ഏലിനേഷൻ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവര് ഓട്ടോണമിക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തു. പക്ഷേ ഇവരുടെ ഡിമാൻഡുകളൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടില്ല. അത് പിന്നെ സിവിൽ വാറിന് കാരണമായി. ബ്രൂട്ടൽ സിവിൽ വാർ. അത് ഓൾമോസ്റ്റ് ഒരു 2009 വരെ ലാസ്റ്റ് ചെയ്തു. ഈ തമിഴൻസിന്റെ ഹെഡായിട്ടുള്ള വേലുപ്പള്ളി പ്രഭാകരനുണ്ട്, LTTയുടെ ലീഡറായിട്ടുള്ള അദ്ദേഹത്തിന് വെടിവെച്ച് കൊന്ന ശേഷം മാത്രമാണ് ഈ സിവിൽ വാർ അവസാനിച്ചത്. അത്രയും കാലം നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു. ഇപ്പോഴും നമുക്ക് ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതുപോലെ മറ്റൊരു LTT ലീഡർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പ്രശ്നങ്ങൾ വീണ്ടും പൊങ്ങി വരും. പൂർണ്ണമായിട്ടും അവസാനിച്ച ഒരു രീതി അല്ല അത്. ഇവിടെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ശരിക്കും തമിഴിയൻസിന് ആരും ഇല്ലാത്ത അവസ്ഥയായി. അവര് അത്രയും കാലം അവരുടെ മാതൃരാജ്യമായിട്ട് കരുതിയിരുന്ന നാട്ടിൽ നിന്നും വലിയ അവഗണനയാണ് അവർക്ക് നേരിട്ടത്. അപ്പം അതിനെ തുടർന്നിട്ടാണ് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ശ്രീലങ്കയിൽ ഇവർ സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് മെജോറിറ്റേറിയനിസമാണ്. മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സിംഹളനെ മാത്രം പരിഗണിക്കുകയും ബാക്കി എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാണ്. അത് പിന്നീട് സിവിൽ വാറിലോട്ടും ഡിവിഷനിലോട്ടും ഒക്കെ എത്തിപ്പെട്ടു. പക്ഷേ വെൽജിയത്തിന്റെ കേസ് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്തു? അവർ പവറിനെ വിഭജിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ പവർ വിഭജിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തായി? യൂണിറ്റി ഉണ്ടായി. ഈ ശ്രീലങ്കയുടെ കേസ് അല്ലെങ്കിൽ ശ്രീലങ്കയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മുൻപും UPSCയിൽ ചോദിച്ചിട്ടുണ്ട്. മെയിൻസിൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത് പിന്നെ ശ്രീലങ്കയുടെ ഒരു കേസ് സ്റ്റഡി എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രീലങ്കയ്ക്ക് കുറച്ചും കൂടെ ഏതെങ്കിലും രീതിയിൽ മാറാമായിരുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാഠത്തിൻ്റെ ഒരു കോറിലോട്ട് കിടക്കാം. ഇതിൽ പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പവർ 3 കാറ്റഗറിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് ആണിത്. ഈ 3 ഓർഗൻസിലാണ് നമ്മൾ പവർ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഓർഗൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ആൻഡ് ബാലൻസ് നടത്താം. അതായത് ഒരെണ്ണം അവരുടെ ഫംഗ്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് നോക്കാം, നോക്കിയിട്ട് പിന്നെ തെറ്റ് തിരുത്താൻ ഒക്കെ പറയുകയൊക്കെ ചെയ്യാം. ഇതിൽ ജുഡീഷ്യറിക്ക് കുറച്ചും കൂടെ പവർ ഉണ്ട്. കാരണം ജുഡീഷ്യറി എന്ന് പറയുന്നത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കീപ്പറാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു സുപ്രീമസി നമ്മുടെ ജുഡീഷ്യറിക്കുണ്ട്. അപ്പം പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിന്നെ ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് പ്രൊഡൻഷ്യൽ റീസൺ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ മോറൽ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡെമോക്രസിയുടെ ആ ഒരു വെരി സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കാൻ പവർ ഷെയറിങ്ങിന് സാധിക്കും. സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് അവർ അപ്ഹോൾഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഗവൺമെൻറ്റിലൊരു സേ ഉണ്ടാവും. അങ്ങനൊരു എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണരീതി നമുക്ക് പവർ ഷെയറിംഗ് കൊണ്ട് സാധ്യമാകും. അടുത്ത് വരുന്ന ഇന്ത്യയിലെ ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല രീതിയിൽ UPSCയിൽ ചോദിച്ചിട്ടുണ്ട്. ഫോംസ് ഓഫ് പവർ ഷെയറിങ്ങിൽ പിന്നെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഓർഗൻസിലോട്ട് പവർ ഷെയർ ചെയ്യുന്നത്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അടുത്ത വെർട്ടിക്കൽ എന്ന് പറയുന്നത് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്. ഇതിനെയാണ് ഇന്ത്യയിൽ ഫെഡറലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഫെഡറലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴത്തേക്കും പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. ഈ ഫെഡറലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെ UPSCക്ക് ഉണ്ട്. അത് നമ്മുടെ പ്രിലിംസിൻ്റെ അകത്തും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസിൻ്റെ അകത്തും ഉണ്ട്. കാരണം പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും UPSCയുടെ ഒരു പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് UPSCക്ക് മാത്രമല്ല, ഇപ്പം NCERT CBSE 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്കും പഞ്ചായത്ത് രാജ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് വന്നതോടുകൂടിയിട്ട് ഫെഡറലിസം ഇന്ത്യക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ അതുപോലെ തന്നെ 1992 ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 1992 ശേഷമാണ് ഈ ലോക്കൽ ഗവൺമെന്റിന് നമ്മൾ കുറച്ചും കൂടെ പവറൊക്കെ കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള റവന്യൂ സിസ്റ്റവും ഒക്കെ വരുന്നത് 1992 അമെൻമെന്റിന് ശേഷമാണ്. അപ്പം ഈ ഒരു രീതിയിൽ എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ UPSC എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. പിന്നെ അടുത്തൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലാണ്. പവർ ഷെയറിങ്ങിന്റെ മറ്റൊരു ഫോം എന്ന് പറയുന്നത് സോഷ്യലാണ്. പിന്നെ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്, ആ ഒരു ഗ്രൂപ്പ്സിന്റെ ഇടയിൽ നമ്മൾ പവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പ്രത്യേകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ഇത്രയും വൈവിധ്യമുള്ള മറ്റൊരു രാജ്യം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് നമ്മൾ എല്ലാവരുടെയും വികാരങ്ങളെ മാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ശ്രീലങ്കയെക്കാട്ടിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഡിസേർവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി UPSC ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെന്താ പവർ ഷെയറിംഗ് ഇന്ത്യയുടെ പിന്നെ ഐഡന്റിഫൈ ദ എക്സാമ്പിൾ ഓഫ് പവർ ഷെയറിംഗ് എന്തൊക്കെയാണ്? കോalition ഗവൺമെന്റ് ആണ്. അതൊക്കെ പൊളിറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്, ഹൊറിസോണ്ടൽ വേഴ്സ് വെർട്ടിക്കൽ ഡിവിഷൻ, അതുപോലെ ബെൽജിയത്തിന്റെ ഏത് മോഡലാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രിലിംസ് ആങ്കിൾ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ മെയിൻസ് ആങ്കിൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പവർ ഷെയറിംഗ് ഇൻ മെയിൻറ്റെയിനിങ് നാഷണൽ യൂണിറ്റി. പിന്നെ അതുപോലെ തന്നെ ഹൗ ഡസ് പവർ ഷെയറിംഗ് പ്രിവെന്റ് മെജോറിറ്റേറിയനിസം ആൻഡ് സ്ട്രെങ്തൻ ഡെമോക്രസി. ഇപ്പൊ നിങ്ങൾ ഈ പാഠം നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ UPSCക്ക് പഠിക്കുമ്പം വളരെ എളുപ്പമായിരിക്കും. UPSCയുടെ ഒരു മെയിൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്കസ് ഹൗ പവർ ഷെയറിംഗ് സ്ട്രെങ്തൻസ് ഡെമോക്രസി. ഇലിസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾ ഫ്രം ബെൽജിയം ആൻഡ് ശ്രീലങ്ക. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ആൻസർ എഴുതാവുന്നതാണ്. ഇത് UPSC എന്നുള്ള മാത്രം നോക്കേണ്ട, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഇതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം 2 കൂട്ടർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇടുക. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഇനി നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ